നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ സമ്മേളിച്ചപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കി. സഭയുടെ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു. ശബരിമലയിലെ പവിത്രമായിട്ടുള്ള സ്വർണം കവർന്ന സംഭവത്തിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അഴിമതിക്കും ഇരട്ടത്താപ്പിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ UDF അംഗങ്ങൾ സഭയുടെ നടുക്കളത്തിലിറങ്ങി മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ലീഡർ K ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള പടയോട്ടം നയിച്ചത്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായിട്ട് നിലകൊണ്ട തന്ത്രിയെ സർക്കാർ വേട്ടയാടുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉയർത്തിയത്. യാതൊരു തെളിവുമില്ലാതിരുന്നിട്ടും തന്ത്രിയെ 40 ദിവസത്തോളം ജയിലിൽ അടച്ചത് സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് K ബാബു സഭയിൽ അക്കമിട്ട് നിരത്തി. തന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു കണിക പോലും തെളിവില്ലെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് വിശ്വാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇതിനിടെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള MLA മാർ തന്ത്രിയുടെ പടം ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചത് സഭയിൽ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി മാറി. സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെ പ്രതിപക്ഷം രൂക്ഷമായിട്ട് വിമർശിച്ചു. പ്രധാന പ്രതികൾക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചത് സർക്കാരും പ്രതികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ്. ശബരിമലയിലെ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും വരെ വിറ്റ് പണമുണ്ടാക്കിയവർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്ത് സ്വൈരവിഹാരം നടത്തുകയാണ്. അന്വേഷണത്തിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിക്കൊണ്ട് കൊള്ളക്കാരെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ദേവസ്വം വകുപ്പും ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് രംഗത്തെത്തിയ ഭരണപക്ഷം അന്വേഷണം പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും അനാവശ്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുന്നതെന്നും നിയമമന്ത്രി മറുപടി നൽകി. അന്വേഷണ റിപ്പോർട്ടുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിലാണ് സമർപ്പിക്കുന്നത്. അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാരിൻ്റെ ഉറച്ച നിലപാടെന്നും ഭരണപക്ഷം സഭയെ അറിയിച്ചു. പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് തുണയാകുന്നതാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി ആഞ്ഞടിച്ചു. ശബരിമല തന്ത്രിയെ മുൻനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് UDF ശ്രമിക്കുന്നത്. നിയമത്തിന് മുന്നിൽ തന്ത്രിയെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലെന്നും പ്രതിപട്ടികയിലുള്ള ആളെ സംരക്ഷിക്കാൻ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് ലജ്ജാകരമാണെന്നും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച മൃദുഹിന്ദുത്വ നിലപാടുകളാണ് രാജ്യത്ത് BJPക്ക് വളരാനായിട്ട് വഴിയൊരുക്കിയതെന്നും കേരളത്തിലും അതേ പാത പിന്തുടരുന്നത് അപകടകരമാണെന്നും ഭരണപക്ഷം ആരോപിക്കുകയാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ BJPയുടെ രാഷ്ട്രീയത്തിന് വെള്ളം കോരുകയാണെന്നും രൂക്ഷമായ പരിഹാസം ഉയർന്നു. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശബരിമല വിഷയം ചർച്ചയാക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചുവെന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. കേവലം ഒരു വാക്കൗട്ടിൽ ഒതുങ്ങാതെ സഭാ നടപടികളുമായിട്ട് നിസ്സഹരിച്ച് നടുക്കളത്തിൽ അണിനിരുന്ന പ്രതിപക്ഷത്തിൻ്റെ നീക്കം സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കി. വിശ്വാസികളെ വഞ്ചിക്കുകയും സ്വർണ്ണക്കള്ളന്മാരെ താലോലിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന്റെ മുഖംമൂടി തങ്ങൾ വലിച്ചു കീറിയെന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള താൽപ്പര്യം അവസാനിപ്പിക്കുന്നതുവരെ ഈ സമരം തുടരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സഭാ നടപടികൾ അവസാനിച്ചത് തന്നെ. വിശ്വാസി സമൂഹത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സന്ധിയില്ലാത്ത സമരത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സഭയിലെ ആ രംഗങ്ങളിലേക്ക് പോയി വരാം. സമ്മേളനം ആരംഭിച്ച അന്നു മുതൽ സഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികളിൽ സഹകരിച്ചിട്ടില്ല. സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്ത് ആണ്. ശബരിമലയിലെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പവും അടക്കം വിറ്റ് പണമടിച്ചവർ ഇന്ന് സ്വൈരവികാരം നടത്തുകയാണ്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. സാർ, ജയില് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്താണ്. സാർ, അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി
ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്ന് ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട ലോ മിനിസ്റ്റർ ഒന്ന് മിനിസ്റ്റർ കേൾക്ക്. അദ്ദേഹം കേട്ടല്ലോ, മിനിസ്റ്റർ ഒന്ന് കേൾക്കരുതാ ഇപ്പോൾ സൂചിപ്പിച്ചത്. മിനിസ്റ്റർ കേൾക്ക് സാർ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു പ്രസംഗം കിട്ടാൻ ഒരു അവസരം കിട്ടിയത് നന്നായി. അദ്ദേഹത്തിനൊന്ന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയതായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ സാർ ഹൈക്കോടതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളാണ്. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റമറ്റ അന്വേഷണമാണെന്നും ശരിയായ ദിശയിലാണെന്നും ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷന്റെ അല്ല, ഒരു ഓർഡറിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനകത്ത് ആ അന്വേഷണത്തെയാണ് അദ്ദേഹം ആചാര ലംഘനവും അതുപോലെ ഒരു കുറ്റവും ചെയ്യാത്ത ആള് എന്ന മട്ടിലേക്ക് എത്തിയത്. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ ഇതിനകത്ത് അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയില് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് ബി.ജെ.പി യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി, ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ, തെലുങ്കാന സ്റ്റോറി, UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും ബി.ജെ.പിയും രണ്ട് പാർട്ടികളുടെ പേര് പേറുന്നുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ. സാർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത്? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. ബി.ജെ.പിയും ഉണ്ട്, UDF-ഉം ഉണ്ട്. സഭയ്ക്കകത്ത് ബി.ജെ.പി ഇല്ലാത്തത് കൊണ്ട് ആ ബി.ജെ.പിക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി
അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJP-ക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJP-ക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്.